ഇമ്മേരി മോളാണ് പഠിക്കണ വലിയത് സ്ഥലത്താണ് പഠിക്കണ വലിയത് സ്ഥലത്താണ് അൽഹംദുലില്ലാ പഠിക്കണല്ലേ ഇസുവിനറിയാതെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. കേട്ടോ ചോറൊക്കെ വെക്കണം. അപ്പം രാവിലെ തന്നെ ഭയങ്കര പൊഴിഞ്ഞ പനിയിലാണ്. ഇന്ന് ഷാക്കനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ദിവസമാണ് കേട്ടോ. അവൻ്റെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഡ്രസ്സ് ചെയ്യാനുണ്ട്. അപ്പം അതിന് പോകണം. അപ്പോൾ ഈ ചോറാണ് വെക്കുന്നത്. ഇവിടെ ചോറ് വെക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ വാരിടുന്നുണ്ട് കേട്ടോ അമ്മ. അത് പണ്ട് മുതലുള്ള ശീലമാണ്. എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. ചോറിൽ ഉപ്പ് വെക്കാത്ത ചോറിൽ ഉപ്പ് വെക്കാതെ ഇടുന്ന പോലെ ആൾക്കാരുണ്ട്. സയൻ രാവിലെ മദ്രസയിലേക്ക് പോകാൻ വേണ്ടി ചായ ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കനൊക്കെ ഫ്രണ്ടിലുണ്ട്, മൊയിലും പല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിലെ വലിയ പല്ലിന് ഞങ്ങളിവിടെ മൊയിലിന്റെ പല്ല്, പലകപ്പല്ല് എന്നൊക്കെ പറയും. കുട്ടികളെ കളിയാക്കാൻ വേണ്ടി ഉള്ളതെന്ന് അങ്ങനെ പറയാണ്. ഞാനിത് നമ്മുടെ രാവിലത്തെ ഒരു ചായ കുടിക്കലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ പഴം കോഴിമുട്ടൊന്നുമില്ല ഗൈസ്. നമ്മ ഒന്നും പുഴുങ്ങിയിട്ടില്ല. എനിക്ക് പുഴുങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാനാണെങ്കിൽ ഇത് ചെയ്തതുമില്ല. എനിക്കിപ്പോൾ ഭയങ്കര മടിയായിട്ടുണ്ട്. അപ്പം എന്നാൽ പിന്നെ വെറും ചായ മാത്രം കുടിക്കാന്ന് കരുതി കേട്ടോ. അത് ഞാൻ രാവിലെ ഇഞ്ചി നിൽക്കുകയാണ് 5 രൂപക്ക്. എനിക്ക് മദ്രസ പോകുമ്പോൾ പൈസ കേട്ടോ. അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ എന്തെങ്കിലും വാങ്ങിയാലും നമുക്ക് റാഹത്താവാം. അപ്പോൾ നമ്മുടെ അവിടെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. അത് പോയപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ അടുത്തൊന്നും കടയില്ലല്ലോ, കുറച്ചു കാലത്തിന് സമാധാനം ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ മദ്രസയുടെ അവിടെ എവിടെയോ ഒരു കട കണ്ടുപിടിച്ചിക്കണോന്. അപ്പൊ 5 രൂപക്ക് ഇങ്ങനെ ഗിഞ്ചിയാണ്. പക്ഷെ കിട്ടിയില്ല കേട്ടോ, കാരണം ചില്ലറ ഉണ്ടായിരുന്നില്ല. അപ്പൊ 8 എന്നൊക്കെ പറഞ്ഞ് തീരെ മനസ്സില്ലാതെയാണ് മദ്രസക്ക് പോയത്. നീ മദ്രസ ഇട്ട് വന്നാൽ സ്കൂളിൽ പോകണവരെ ചോദിക്കൂട്ടോ. ഓനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ഞാനിങ്ങനെ കൊടുക്കാതിരിക്കും. ഇടയ്ക്കുള്ളപ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മുട്ടായൊക്കെ തന്നത് ഇങ്ങനെ ഓർമ്മ വരും. പാവം തോന്നിട്ട് എനിക്ക് ഈ പാവം തോന്നൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഇന്നത്തെ കറി ഞാൻ എന്താ പറയുക, ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പി കാണിച്ചു തരാം. സ്പെഷ്യലൊന്നുമില്ല, ചെറുപയറാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ചിക്കനോ മട്ടൺ എന്തെങ്കിലുമൊക്കെ ആവുന്നു കേട്ടോ. അപ്പോൾ നല്ല പ്രോട്ടീനൊക്കെ ഉള്ള നല്ല റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ കറിയാണ്. അപ്പോൾ അനിയത്തി വന്നപ്പോൾ ഒരു റെസിപ്പി പറഞ്ഞാൽ കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നോക്കുമ്പോൾ കറിവേപ്പിലല്ല. അപ്പോൾ ഞാൻ എവിടെ കിട്ടും എന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഉമ്മാൻ്റെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കണ്ടോ. ചെറിയൊരു കറിവേപ്പ്, കുറച്ച് കറ്റാർവാഴ, പിന്നെ ഒരു മൈലാഞ്ചി ചെടി, ഒരു തുളസി ചെടിയൊക്കെ കാണാനുണ്ട്. മത്തൻ്റെ വള്ളിയാണ് ബാക്കിൽ കാണുന്നത് തോന്നുന്നു. എന്തായാലും ഉമ്മ കാണാതെ 2 കറിവേപ്പിലയുടെ തണ്ട് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അല്ലാതെ ഇത് പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. സാധാരണ നമ്മൾ കറിവേപ്പിലൊക്കെ കുറേ പറിച്ചു കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത് നമ്മുടെ മമ്മിയുടെ വീട്ടിൽ വലിയൊരു കറിവേപ്പിൻ്റെ ചെടിയുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര പൂവായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പേടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് എന്താ പറയുക, വലിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതെന്താ പച്ചക്കളർ വെച്ചാൽ അതിലും കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് കരച്ചിട്ടുണ്ട്. മീനിൽ തേക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. അന്ന് കൊടുത്തിട്ടാണ് ഞാൻ. എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. നമ്മൾ ചെറുപയർ കറി ആയതുകൊണ്ട് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. കുറച്ച് തക്കാളി ഇട്ടാൽ മതി. പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. കുറേശ്ശെ മതി കേട്ടോ. അതായത് ജസ്റ്റ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഈ മീറ്റ് മസാലയൊക്കെ അല്ലേ വേണമെങ്കിൽ ഇട്ടോ, നിർബന്ധമൊന്നുമില്ല. ഈ ചിക്കൻ മസാല ഇല്ലാതെ മീറ്റ് മസാല വേണമെങ്കിൽ ഇടാം. പിന്നെ ഞാൻ ചെറുപയർ കുതിർത്താൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴുകിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഇടുമ്പോൾ വേവൊക്കെ ചെയ്യും. കുറേ വിസിലടിക്കണമെന്നേ ഉള്ളൂ. കുതിർത്താണെങ്കിൽ പെട്ടെന്ന് 2-3 വിസിലിൽ വേവ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. കുറേ വിസിലടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിച്ചപ്പോഴാണ് വെന്തത്. ഷാഹി ഉണ്ടാക്കിയപ്പോൾ കുതിർത്തിയ പയറോട്ടാട്ടം ഉണ്ടാക്കിയത്. പിന്നെ അതെല്ലാം പയർ സെപ്പറേറ്റ് വേവിച്ച് ചേർക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ്. നമ്മൾ സൈഡിൽ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയിൽ വേറെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങ മാത്രമാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് എത്ര ലൂസാക്കിയാലും കുഴപ്പമില്ല കേട്ടോ, കാരണം തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ കുറുകി വരും. അപ്പോൾ ഇത് ഇത്രയും ലൂസാക്കിയിട്ടുണ്ട്. തേങ്ങ ഒഴിച്ചിട്ട് ഞാനൊരു വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ കറി ടേസ്റ്റ് തോന്നിയത് എല്ലാം കൂടെ ഒരുമിച്ച് വേവിക്കുമ്പോഴല്ല കേട്ടോ. സെപ്പറേറ്റ് നമ്മൾ ചെറുപയർ വേവിച്ചിട്ട് ഇങ്ങനെ മസാലയ്ക്ക് ആ വേവിച്ച പയറിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ്.
പക്ഷെ രണ്ടും കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ ഷാക്കിന് ചൂരലുണ്ട്, ക്യാമറയുടെ ഫ്രണ്ടിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൺ ഈറ്റ് വന്നാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഉമ്മാനെ ഇമ്മയും സൗകര്യങ്ങളെടുത്ത് പണിയൊന്നും ചെയ്യാൻ സമ്മതിക്കൂല. അപ്പൊ രാവിലെ തന്നെ ചൂരലെടുത്തിട്ടുണ്ട്. തലയിലൊരു ചെറിയ മുറി ആയതുകൊണ്ട് തലയുടെ അവിടുത്തെ കുറച്ച് ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആകെ ഡസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വരുമല്ലോ, ഇനിയിപ്പോ എല്ലാം റെഡി ആവും. അതിൻ്റെ ഒരു സമാധാനത്തിലാണ് അവന്. രാവിലെ ചൂരലൊക്കെ കത്തിക്കുണ്ടായിരുന്നു. കുറച്ചു നേരം നിന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. നമ്മുടെ കുട്ടന്മാരിത് ഇവിടെ നല്ല കളിയാണ് കേട്ടോ. ഞാൻ മദ്രസ ഇട്ട് വന്നിട്ട് അപ്പൊ ഇങ്ങനെ ചെറുതനെ ഈറ്റിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇടങ്ങേറാവണ കണ്ടപ്പോൾ ഞാൻ എടുത്തോടുന്നതാണ്. അല്ലെങ്കിൽ ഒരു രണ്ടുപേരും കൂടെ അതിനെ കരയിപ്പിക്കും. അപ്പൊ രാവിലെ തന്നെ കരയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയി. അപ്പൊ നമ്മൾ മാക്സിമം കരയിപ്പിക്കാതെ നോക്കാം കേട്ടോ. പക്ഷെ ഈ എന്താ പറയാ സിബ്ലിങ്സ് ഉള്ള ഇടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. പാപ്പാന്റെ സ്വർണ്ണ ആങ്ങളമാർക്കൊക്കെ ബിന്ദിയ ഇമ്മാന്റെ ഇമ്മേരി മോളാണ്. പഠിക്കണം വലിയത് സ്ഥലത്താ, പഠിക്കണം വലിയത് സ്ഥലത്താ. അൽഹംദുലില്ലാ പഠിക്കണുണ്ടല്ലേ. പഠിക്കണം മോളെ ശ്വാസം വിടുന്നേ എനിക്കറിയോ? ഇല്ല ഒന്നും സാറില്ല. ബാക്കി അറിയൂലേ? ആ സാറില്ല. വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കാണ്. പുട്ടും ചെറുപയറും പറ്റിയിട്ടില്ല അവർക്ക്. എന്താ ഇന്നലത്തെ മീൻകറിയും പുട്ടോ? ഇതെന്താ ഇന്നലത്തെ മീൻകറിയും പുട്ടോ? കയ്യൊക്കെ കഴുകിയില്ലേ? മീന് മണക്കൂടാ. ഇമ്മാന്റെ ഇമ്മേരി മോളാണ്. പഠിക്കണം. അങ്ങനെ എല്ലാവരുടെയും ചാവടിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സയാൻ സ്കൂളിൽ പോയപ്പോ പിന്നെ ഇസു ഒറ്റയ്ക്കായിട്ടോ. അപ്പൊ പിന്നെ എനിക്ക് ഇനിയിപ്പം ഉമ്മാടെയും ഷാക്കറിനെയും കൂടെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ അവൻ പോവുകയാണ് നല്ലത്, അല്ലെങ്കിൽ അവന്റെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യും. ഞാനും കുട്ടിയോനും കൂടെ ഇവിടെ ഭദ്രത നടത്തേണ്ടി വരും. അപ്പൊ ദേവര് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഷാക്കറിനെ കഴിക്കുന്ന ഹോസ്പിറ്റല് കേരള മെഡിക്കൽ കോളേജ് മാങ്ങോടാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അധികം ദൂരമൊന്നുമില്ല. അപ്പൊ അവിടെ സർജറി കഴിഞ്ഞിട്ട് 1 മാസം റെസ്റ്റ് ഒക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ വീണ്ടും ഡ്രസ്സ് ചെയ്യാൻ പോകാൻ കേട്ടോ. പിന്നെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ വീണ്ടും പോയി കേട്ടോ. കാരണം അവർ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെയും പോയി വീണ്ടും അഴിച്ച് കെട്ടിയിട്ടൊക്കെയാണ് വന്നത്. എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി കിട്ടും എല്ലാ കാര്യത്തിലും. എനിക്കിപ്പോൾ എല്ലാത്തിനും ഒരാളുടെ ഹെൽപ്പ് വേണം. ഫുഡ് കഴിക്കാനാണെങ്കിൽ ഡ്രസ്സ് ചെയ്യാനാണെങ്കിൽ എല്ലാത്തിനും. അങ്ങനെ ഓനെ റെഡിയാക്കി ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ എന്താ അല്ലെങ്കിലേ എല്ലാതും ചെയ്തു കൊടുക്കാൻ കേട്ടോ. പിന്നെ ഒരു കൈന് കേടും കൂടെ ആയപ്പോൾ പിന്നെ കുറച്ച് അധികമായിട്ടുണ്ട്. എന്താ പറയാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഇവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടാട്ടോ അമ്മ പോയത്. അതുകൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റി. പിന്നെ അത് റെസ്റ്റാണ്, ആൾക്ക് നല്ല പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതെ കിടക്കാൻ കേട്ടോ. എന്തെങ്കിലും വയ്യെങ്കിൽ പിന്നെ തീരെ ഉഷാറുണ്ടാവില്ല. വല്ലാതെ ഒന്നും വികൃതി കാണിക്കാന്ന് വരില്ല കേട്ടോ. ഇത് എപ്പോഴും ഷാക്കറിന്റെ കൂടെ ഇങ്ങനെ ഉട്ടി ഒരുമി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര കമ്പനിയാണ് ഒരു രണ്ടുപേരും. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയാ ഉച്ചവരെയുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയിനെ വല്ലാണ്ട് ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പിന്നെ നോക്കലാണ് മെയിനായിട്ടുള്ള പണി. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതിലെല്ലാവർക്കും ടാറ്റാ.